ഹലോ ഫ്രണ്ട്സ്, എസ് എം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിബി റിലേറ്റഡ് ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ മറ്റേ നൈറ്റിലെ ഗെയിമും കാര്യങ്ങളൊക്കെ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ഔട്ടാക്കാനുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടിയിട്ട് നമ്മുടെ അപ്പാനിശ്വരത്തും അവരൊക്കെ കൂടിയിട്ടാണ് മുൻകൈ എടുത്തിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ 4 പേരെ ആരെങ്കിലുമൊക്കെ ബിൻസിനെയോ അല്ലെങ്കിൽ മറ്റേ ജിസേലിനെ ആരെങ്കിലുമൊക്കെ ഔട്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇവർ ഉറങ്ങണതും നോക്കിയിരുന്ന് അവർ മാക്സിമം ട്രൈ ചെയ്യേണ്ടത്. എന്തായാലും ഇപ്പോഴത്തെ ബിഗ് ബോസിൽ കുറച്ചും കൂടി നന്നായി ആക്റ്റീവായിട്ട് കളിക്കുന്ന ആൾക്കാരുമാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഒരു വെറൈറ്റി, ഇതുവരെ ഉള്ള സീസൺ പോലെയല്ല, ഒരു വെറൈറ്റി ആയിട്ട് എല്ലാവർക്കും നല്ല 8ന്റെ പണി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല പേടിയുണ്ട്, എല്ലാവരും നന്നായി ഗെയിം കളിക്കുന്നുണ്ട്. അപ്പോൾ അവർ മാക്സിമം ശ്രമിച്ചു. അതായത് ബിൻസിനൊക്കെ ശരിക്കും ആ റെഡ് ഏരിയയിലേക്ക് എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ഇച്ചിരി ദൂരം കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ബിൻസി എണീറ്റു. അപ്പോൾ അത് കാരണം അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരാളെ ഔട്ടാക്കാൻ പറ്റുമായിരുന്നു. എന്തായാലും അവർ മാക്സിമം അവരുടെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈവിൽ ഇന്ന് മോർണിംഗ് തന്നെ നമ്മുടെ അടുക്കളയിൽ വെച്ച് തന്നെ ഒരു ചെറിയ രീതിയിൽ മറ്റേ ഒണിയൽ സാബും നമ്മുടെ ബിന്നിയും കൂടിയിട്ട് ഒരു ചെറിയൊരു വഴക്കുണ്ടാവുണ്ട്. വലിയ കാര്യമായിട്ടല്ല, എന്നാലും ഒണിയിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ച് കേൾക്കാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു സംസാരം കേട്ടു. അത് കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ എത്തിയപ്പം എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ അനീഷിനെ ചെറുതായിട്ട് എല്ലാവരും കൂടി ഒന്ന് ചൊറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇത് കഴിയുമ്പോൾ നമ്മുടെ അനീഷേട്ടൻ്റെ വീട്ടിലേക്ക് പോകണം, നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ അനീഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും എൻ്റെ വീട്ടിലേക്കും വരണം, നിങ്ങൾ ആരായിട്ട് എനിക്ക് കോൺടാക്ട് വെക്കാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് അനീഷിനെ കുറേ പറഞ്ഞിങ്ങനെ ഇതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് നിങ്ങൾ ആരായിട്ടുള്ള കോൺടാക്ട് എനിക്ക് എന്തായാലും വേണ്ട, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, നിങ്ങൾ എൻ്റെ വീടിൻ്റെ പഠിക്ക് പോലും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് പോകുന്നുണ്ട്. അവിടെയും ചെറുതായിട്ട് ഒരു ഇച്ചിരി നേരത്തെ ഒരു സംസാര വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രേണു ചേച്ചിൻ്റെ വിഷയമാണ്. രേണു ചേച്ചിന് ഇന്നലെ മറ്റേ മോർണിംഗ് ടാസ്കിൽ അവർ മറ്റേ എന്താ പറയുക, ഓരോരുത്തർ നല്ല ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും സെലക്ട് ചെയ്ത് അവർക്കൊരു പേര് കൊടുക്കാനും ഒരു നല്ല ഓമിന് പേര് കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രേണു ചേച്ചിന് അക്ബർ ഭയങ്കര മോശമായിട്ട് തന്നെയാണ് പറഞ്ഞത്. സെപ്റ്റി ടാങ്ക് എന്നുള്ള രീതിയിലാണ് രേണു ചേച്ചിന് പറഞ്ഞത്. അതെന്തായാലും ആർക്കും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം അത്രയും മോശമായിട്ട് ആൾക്കും അത് നല്ലതായിട്ട് ഫീൽ ചെയ്തിരുന്നു. കാരണം പുറത്ത് ഒത്തിരി പേര് ആൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ മെസ്സേജിൽ കൂടി അല്ലല്ലോ, ഡയറക്റ്റ് ആയിട്ടല്ലോ ഒരാൾ പറയുന്നത്. ഇത്ര പേരെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ശരിയാണ്, ആൾക്ക് നല്ല എണ്ണം വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അക്ബർ എന്തായാലും രേണു ചേച്ചിൻ്റെ അടുത്ത് മാപ്പും കാര്യങ്ങളും ചോദിക്കേണ്ടതെന്ന് പറയാം. പക്ഷേ മാപ്പ് പറഞ്ഞാലും ആൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷേ ആൾ അത് വെച്ചിട്ട് പിന്നീട് ഒരു വുമൺ കാർഡ് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. കാരണം ഈ വിഷയം വെച്ച് തന്നെ മുമ്പ് സംസാരിക്കുമ്പോൾ ആൾ തന്നെ സ്വന്തമായിട്ട് പറയുന്നുണ്ട്, ആൾ മറ്റേ വിധവകളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിൾ മോംസിനും കാര്യങ്ങളൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയവർ, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടവർ, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ അങ്ങനെയാണോ രേണുവിനെ അതിലേക്ക് പറഞ്ഞു വിട്ടേക്കണേന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആൾ സ്വന്തമായിട്ട് അങ്ങനെയാണ് പറയുന്നത്. അത് ലൈക്ക് ഒരു വുമൺ കാർഡാണ്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ഈ സീസണിൽ വുമൺ കാർഡ് ഇറക്കരുത്, കരച്ചിൽ നാടകം പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുടെ ശരിയാണ്, ആ വാക്ക് എന്തായാലും വളരെ വളരെ മോശപ്പെട്ട ഒരു വാക്കാണ്. അതിപ്പോൾ സോറി പറഞ്ഞുകൊണ്ട് അത് മാഞ്ഞു പോകുന്നൊരു കാര്യമല്ല. പക്ഷേ സോറി പറയുന്നത് അക്ബറിൻ്റെ കാര്യം, അത് ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് രേണുവിൻ്റെ ഇഷ്ടം, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അതും വെച്ചിട്ട് പക്ഷേ രേണു ചേച്ചി വുമൺ കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അത് ഇന്ന് നമ്മുടെ വീട്ടുകാർ പൊളിച്ചടക്കി കൊടുക്കുന്നുണ്ട്. വുമൺ കാർഡ് ഇറക്കുക എന്നുള്ള കാര്യം ഡയറക്റ്റ് രേണു ചേച്ചിയോട് പറയുന്നുണ്ട്. സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടില്ല, വിധവകളെ പറ്റിയും പറഞ്ഞില്ല. ചേച്ചിക്കാണ് ഈ പേരിട്ട് ചേച്ചിക്ക് വേണ്ടിയാണ് പ്രതികരിക്കേണ്ടത്. അപ്പൊ അവിടെ വിധവകളെ പിടിച്ചിടരുത്, അവിടെ സ്ത്രീകളെ പിടിച്ചിടരുത്. മനസ്സിലായോ? അപ്പൊ ആള് നൈസായിട്ട് ഒരു സൈഡിൽ കൂടെ അതും വെച്ചിട്ട് ഒന്ന് ഇച്ചിരി ഒരു സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് ഇന്ന് പൊളിച്ചിടക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അപ്പാനിശ്വരത്തൊക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞതാണല്ലോ, ആൾക്കത് തെറ്റാന്ന് മനസ്സിലായി. ഒരിക്കലും ആ വാക്ക് നല്ലതായിട്ട് ആരും പറയണില്ല, എല്ലാവരും ആ വാക്കിനെതിരായിട്ടാണ്. എന്തായാലും സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞാൽ അത്ര മോശമായിട്ടുള്ള വാക്കാണ് അത് വെച്ച് ഒരാളെ ഉപമിക്കുന്നത്. അത് അക്ബറിൻ്റെതായ കാര്യങ്ങളുണ്ട്, അത് അങ്ങനെ ഉദ്ദേശത്തിലല്ല പറഞ്ഞെന്ന് ആൾ പറയുന്നത്. പക്ഷെ അത് എന്ത് ഉദ്ദേശത്തിൽ പറഞ്ഞാലും അതൊരു മോശപ്പെട്ട വാക്കാണ്. അപ്പം നമ്മുടെ അപ്പാനി പറയുന്നുണ്ട്, എന്തായാലും ആൾ അതിനുള്ള സോറി പറഞ്ഞു. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കും, അത് രേണു ചേച്ചിയുടെ കാര്യം. പക്ഷെ ആൾക്കത് മോശപ്പെട്ട വാക്കാണ്, ആൾ പറഞ്ഞ ഉദ്ദേശം വേറെയാണെന്നുള്ള രീതിയിൽ ആൾ എന്തായാലും സോറി പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പേരിൽ വീണ്ടും ഇതന്നെ പറഞ്ഞു വെച്ചിരിക്കേണ്ട ആവശ്യമില്ല, ക്യാമറയുടെ മുമ്പിലും പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അനുമോള് കറക്റ്റായിട്ട് പറയേണ്ട, ചേച്ചി
ചേച്ചനെ പറഞ്ഞു അത് തെറ്റാണ്, അതാരും ആളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനാരും അംഗീകരിക്കുന്നില്ല. പക്ഷെ ഇത് വെച്ചുകൊണ്ട് ഇത് കേരളത്തിലെ മൊത്തം മറ്റേ സ്ത്രീകൾക്ക് അപമാനമാകുന്നതും അല്ലെങ്കിൽ മറ്റേ വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഇത് മറ്റേ അവർക്ക് അപമാനമായി മാറുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നത് ചേച്ചിയുടെ കാര്യമാണ്. അല്ലാതെ വുമൺ കാർഡ് ഇറക്കരുത് എന്നുള്ള രീതിയിൽ തന്നെ ഡയറക്റ്റ് വീട്ടുകാർ രേണു ചേച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അതോടുകൂടി രേണുവിന് പിന്നെ ഇനി നിന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതെല്ലാവർക്കും മനസ്സിലായി, നമ്മൾ കുറച്ച് ഓവറായി കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള കാര്യം രേണുവിന് പിടികിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും ഇത് വെച്ചിട്ട് എന്തായാലും കുറച്ച് നേരത്തേക്കൊന്നും ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഇനി പറയില്ല എന്ന് വിചാരിക്കുന്നു. മറ്റേത് ഇന്നലെ തുടങ്ങിയതാണ് അവരുടെ അടുത്തൊക്കെ പറയണത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതോടുകൂടി എന്തായാലും ഇനിയിപ്പോൾ വലിയ കാര്യമായിട്ട് പറയല് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ എടുത്തിടോ, മിക്കതും എടുത്തിടായിരിക്കും. മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ. പിന്നെ മുമ്പത്തെ സീസൺ പോലെ ആവില്ല എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീക്കെൻഡ് അല്ലേ, ഇപ്പോൾ ഈ വീക്കെൻഡ് വന്നാലാണ് നമുക്ക് കാര്യം. മുമ്പത്തെ സീസണിലൊക്കെ നമ്മൾ ഇപ്പോൾ ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ ഇപ്പോൾ പൊരിക്കുന്ന വിചാരിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചോദിക്കുകയില്ല, ആവശ്യമില്ലാത്ത നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വന്ന് വെറുതെ ഇതൊക്കെ എന്തിനു പറയണേ എന്നുള്ള രീതിയിൽ ചുമ്മാ പറഞ്ഞ് ഒന്നും ഇല്ലാണ്ടാവണം. പക്ഷെ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാ ഇതും ലൈവിലായാലും നമുക്ക് അങ്ങനെ എന്താ പറയുക, അങ്ങനെ നിരാശ വരില്ല, നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും. മുമ്പത്തെ സീസണൊന്നും അങ്ങനെയല്ല, ചുമ്മാ വെറുതെ നമുക്ക് ഉറക്കം വരില്ല ലൈവ് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് ഇപ്പോഴത്തെ സീസണിൽ പക്ഷേ കുറച്ച് തമാശയും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും വീക്കെൻഡും നല്ല അടിപൊളിയാവും. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കും. പിന്നെ ലൈവിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ടാനിമോളിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ആക്റ്റീവാണ് ലൈവിൽ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ബി റിലേറ്റഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.